ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് എൻ്റെ സ്കൂളിലേക്കാണ്. ഞാൻ പഠിച്ച സ്കൂള്. ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിക്കുന്ന ദിവസമാണ്. ഞാൻ പഠിപ്പ് നിർത്തിയതിന് ശേഷം ഞാൻ ആരായിട്ടും വലിയ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലൂടെയായിരുന്നു ഞങ്ങളുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴും പറയാറുണ്ട് നമുക്കൊന്ന് കൂടണം എന്ന്. ഞങ്ങൾക്ക് സമയമൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്നാണ് ഞങ്ങൾക്ക് ആ സമയം വന്നത്. ആരും വരില്ല എന്നാണ് കരുതിയത്. പക്ഷേ എല്ലാവരും വന്നു. കൂടുതൽ പെൺപിള്ളേരാണ് വന്നത്. ഒരു 10 മണിയോട് കൂടി ഞങ്ങൾ സ്കൂളിലേക്ക് ഞങ്ങൾ എത്തി. ഒരു 15 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടി കാണുന്നത്. അതുവരെ കണ്ടിരുന്നില്ല. അതിൻ്റെ ഒരു മാറ്റം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് മനസ്സിലായി. പിന്നെ ഒരുവിധം എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കുട്ടികളായിട്ടൊക്കെ വന്നത്. കുട്ടികളൊക്കെ വലിയ കുട്ടികളായി. നമുക്ക് മനസ്സിലായിരുന്നേ ഇല്ല. ഞങ്ങളുടെ ചെറിയൊരു ആഘോഷമായിരുന്നു. അത്ര വലിയ ആഘോഷമൊന്നും ആക്കിയില്ല. ഞങ്ങൾ ചെറിയൊരു ബെഞ്ച് അവിടെ ഇട്ടിട്ട് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും വീതിച്ച് കൊടുത്തു. പിന്നെ പരസ്പരം ഞങ്ങളോട് വിശേഷങ്ങൾ പറയാൻ തന്നെ ഒരുപാട് സമയം തന്നെ വേണ്ടി വന്നു. പിന്നെ സ്കൂളൊക്കെ ഞങ്ങൾ മാറിപ്പോയിരുന്നു. ഞങ്ങൾ സ്കൂളിലൊക്കെ പല വഴികളും നടന്നു പോയി. സ്കൂൾ ഗ്രൗണ്ടൊക്കെ ഒരുപാട് ചേഞ്ചായി. ആ സ്കൂൾ ഗ്രൗണ്ടിൽ കുറേ നേരം ഇരുന്നു. അവർ കുട്ടികളൊക്കെ ഒന്ന് ഓടിച്ചാടി നടന്നു. ശരിക്കും ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കറക്റ്റ് സമയത്ത് ഞങ്ങൾ പോയി മേടിച്ചു. ഇരിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിലമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ന്യൂസ് പേപ്പർ വിരിച്ച് കുടിക്കാനുള്ള വെള്ളവും വാങ്ങി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു ചെറിയ പാട്ടൊക്കെ വെച്ച് ഒരു ചെറിയ ഡാൻസും കളിച്ചു. ഡാൻസ് കളിക്കാൻ അറിയാവുന്നവരൊക്കെ നന്നായി ഡാൻസ് കളിച്ചു. കളിക്കാൻ അറിയാത്തവർ ഞങ്ങളെ കുറേ മാറി നിന്നു. പിന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ, ഒരുപാട് റീൽസ് ഷൂട്ടുകൾ, അങ്ങനെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ 10 മണിക്ക് വന്നിട്ട് ഒരു 5 മണിയാകുമ്പോഴാണ് ഞങ്ങൾ പിരിഞ്ഞത്.